നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മംഗൽപാടിയിലും കുമ്പളയിലും തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസ്. ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥി അഷ്റഫ് പച്ചിലമ്പാറയുടെ വീടിന് നേരെ അക്രമം നടത്തിയ കേസിലാണ് 5 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തത്. ജില്ലാ പഞ്ചായത്ത് ഭരണം LDF ഉറപ്പിച്ചു. റീകൗണ്ടിങ്ങിലും ബേക്കൽ ഡിവിഷൻ LDFനൊപ്പം, പുത്തികയിലും മാറ്റമില്ല. കള്ളാർ കോട്ടക്കുന്ന് ജനവാസ മേഖലയിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. ഷാജിയുടെ പറമ്പിലാണ് പുലിയെ ചത്ത നിലയിൽ കണ്ടത്. തെയ്യത്തിന്റെ തട്ടേറ്റ ആൾ ബോധരഹിതനാകുന്ന ദൃശ്യം വൈറലാകുന്നു. പള്ളിക്കര പാലേരെ കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ തെയ്യം വെള്ളാട്ടത്തിനിടയിലാണ് സംഭവം നടന്നത്. കാഞ്ഞങ്ങാട് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 12ഓളം പേർക്ക് പരിക്ക്. അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിനകത്താണ് അപകടം. കാസർഗോഡ് ചെറുവത്തൂർ ഓരിയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ CPM അക്രമമെന്ന പരാതി. പ്രവർത്തകർ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ കയറി ചെങ്കൊടി വീശുകയും ഓഫീസ് സിറ്റ് ഔട്ടിൽ ഗുണ്ട് പൊട്ടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പടന്ന പഞ്ചായത്ത് വിജയാഘോഷത്തിനിടെയാണ് അതിക്രമമെന്ന കോൺഗ്രസ്. നവീകരിച്ച കാഞ്ഞങ്ങാട് മുറിയനാവി മുഹിയുദ്ദീൻ മസ്ജിദ് ഉദ്ഘാടനം നടന്നു. പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മംഗൽപാടിയിലും കുമ്പളയിലും തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസ്. ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥി അഷ്റഫ് പച്ചിലമ്പാറയുടെ വീടിന് നേരെ അക്രമം നടത്തിയ കേസിലാണ് 5 മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തത്. മംഗൽപാടി പഞ്ചായത്ത് 2ാം വാർഡിൽ ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന അഷ്റഫ് പച്ചിലമ്പാറയുടെ വീടിനു നേരെ അക്രമം നടത്തിയ സംഭവത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരായ 5 പേർക്കെതിരെ മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു. അഷ്റഫിന്റെ മകൾ ഫാത്തിമത്ത് സൈലിയുടെ പരാതി പ്രകാരം മസ്കൂൾ മഷൂഖ്, KS മൂസ, KS സത്താർ, മോണി എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. വോട്ടെണ്ണൽ ദിവസമായ ശനിയാഴ്ച വൈകുന്നേരം ഒരു സംഘം ആളുകൾ അതിക്രമിച്ചു കയറി അസഭ്യം പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും വീടിന് നേരെ കല്ലും പടക്കവും എറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. അക്രമത്തിൽ പരാതിക്കാരിയും മാതാവ് അവ്വാബിക്കും സഹോദരി അമീറയ്ക്കും പരിക്കേറ്റിരുന്നു. വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലുണ്ടായി, ഞങ്ങൾ ഉറങ്ങിയുണ്ടായി. ബൈക്ക് റേസ് ആക്കിയിട്ടും അതാക്കിയിട്ട് സൗണ്ട് ഭയങ്കര നല്ലോണം സൗണ്ട് ആക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് പടക്കം പൊട്ടിക്കുമ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാനാണ് പോയത്. വീഡിയോ എടുക്കാൻ പോയിട്ടാകുമ്പോൾ ഞങ്ങൾ എന്തെല്ലാം വേണ്ടാത്ത വിളിച്ചിട്ടാകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ പടക്കം പൊട്ടിക്കാൻ കാലം അതായത് നിൻ്റെ ഉപ്പൻ്റെ റോഡാന്ന് ചോദിച്ചു. എന്നിട്ട് വെടക്ക് തെറി എന്തെല്ലോ തെറി വിളിച്ചു. എന്തെല്ലോ വിളിച്ചിട്ടാകുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ പടക്കം പൊട്ടിക്കാൻ കാലം. അങ്ങനെ വന്നിട്ടാകുമ്പോൾ ആടുന്ന് എന്തെല്ലോ പറഞ്ഞിട്ടാകുമ്പോൾ ഞങ്ങളെ മേലിലേക്ക് ഇങ്ങനെ ചാടാൻ വന്നിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഞങ്ങളെ മേലിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ട് വന്നു ഞങ്ങളെ മേലിലേക്ക് ഇങ്ങനെ വീയാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ കല്ലെടുത്തിട്ട് ഞങ്ങൾ എറിഞ്ഞു. അവരും ഞങ്ങളെ ഫസ്റ്റ് എന്താക്കി പടക്കം പൊട്ടിച്ച് കൈക്ക് തെറിപ്പിച്ച് പടക്കം കൈക്ക് പൊട്ടിച്ച് തെറിപ്പിച്ചിട്ടാകുമ്പോൾ കല്ല് ഞങ്ങൾ എറിഞ്ഞു. ഞങ്ങൾ മേലിലേക്ക് ഇങ്ങനെ എൻ്റെ ചേച്ചി ഗർഭിണിയായ ചേച്ചിയാണ്, അവള് വയറ്റിനെ പിടിച്ചിട്ട് ഇങ്ങനെ തള്ളി. എൻ്റെ മേളിലേക്ക് 5 പേര് ഒന്നിച്ച് വന്നിട്ട് ഇങ്ങനെ തള്ളി. 5 പേര് ഒന്നിച്ച് വന്നിട്ട് ഞങ്ങളെ സ്വയരക്ഷമാണ്. ഞങ്ങൾ ആരും അങ്ങോട്ട് പോയതല്ല, അവർ ഇങ്ങോട്ട് വന്നിട്ടാണ് ഞങ്ങളെടുത്ത് തല്ലാക്കിയത്. പച്ചിലമ്പാറയിലും ഷിരിയയിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയാഘോഷ പ്രകടനത്തിനിടെ 6 പേർക്ക് പരിക്കേറ്റിരുന്നു. അതേസമയം എതിർ സ്ഥാനാർത്ഥിയുടെ വീടിന് 100 മീറ്റർ ദൂരത്തായി ആഹ്ലാദ പ്രകടനം കടന്നുപോകുന്നതിനിടെ പടക്കം പൊട്ടിച്ചുവെന്നാരോപിച്ച് അഷ്റഫിന്റെ 2 പെൺമക്കൾ കല്ലെടുത്ത് പ്രകടനക്കാർക്ക് നേരെ എറിഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് UDF പ്രവർത്തകരുടെ ആരോപണം. പ്രകടനത്തിലെ ചിലർ തിരിച്ചും കല്ലെറിഞ്ഞു. അതിനിടെ മംഗൽപാടി പഞ്ചായത്തിലെ തന്നെ ഷിരിയ വാർഡിൽ നിന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥി സിദ്ദിഖിന്റെ ആഹ്ലാദ പ്രകടനത്തിനെതിരെ പരാജയപ്പെട്ട എതിർ സ്ഥാനാർത്ഥിയായ ഇക്ബാലിന്റെ നേതൃത്വത്തിൽ അക്രമം അഴിച്ചുവിട്ടതായും സംഭവത്തിൽ 4 പേർക്ക് പരിക്കേറ്റതുമായാണ് UDF കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത്. സംഭവത്തിൽ കുമ്പള പോലീസും അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജില്ലാ പഞ്ചായത്ത് ഭരണം LDF ഉറപ്പിച്ചു. റീകൗണ്ടിങ്ങിലും ബേക്കൽ ഡിവിഷൻ LDFനൊപ്പം,
പുത്തികയിലും മാറ്റമില്ല. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബേക്കൽ ഡിവിഷനിലെയും പുത്തികൈ ഡിവിഷനിലെയും റീകൗണ്ടിംഗ് ഫലം മാറാതെ വന്നതോടെ ജില്ലാ പഞ്ചായത്ത് ഭരണം ഇടതുമുന്നണി ഉറപ്പിച്ചു. ബേക്കലിൽ LDF-ലെ TV രാധിക 267 വോട്ടിന് വിജയിച്ചു. UDF-ലെ ഷാഹിദ റഷീദിനെയാണ് രാധിക പരാജയപ്പെടുത്തിയത്. പുത്തികയിൽ UDF-ലെ JS സോമശേഖര വിജയിച്ചു. വാശിയേറിയ പോരാട്ടമാണ് ബേക്കൽ ഡിവിഷനിൽ നടന്നത്. ശനിയാഴ്ച നടന്ന വോട്ടെണ്ണലിൽ രാധികയാണ് വിജയിച്ചിരുന്നത്. എന്നാൽ എണ്ണിയതിൽ പിശകുണ്ടെന്ന് കാണിച്ച് ഷാഹിദ നൽകിയ പരാതി അംഗീകരിച്ചുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് ഭരണാധികാരിയായ ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ റീകൗണ്ടിങ്ങിന് ഉത്തരവായത്. സോമശേഖരയുടെ വിജയത്തെ ചോദ്യം ചെയ്ത് BJP സ്ഥാനാർത്ഥി മണികണ്ഠൻ നൽകിയ പരാതിയെ തുടർന്നാണ് പുത്തികൈ ഡിവിഷനിൽ റീകൗണ്ടിംഗ് അനുവദിച്ചത്. എൻമഗജെ പഞ്ചായത്തിലെ 7 വാർഡുകളിലെ വോട്ട് വീണ്ടും എണ്ണണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. 438 വോട്ടിനാണ് സോമശേഖരൻ വിജയിച്ചത്. റീകൗണ്ടിങ്ങിലും രാധികയുടെ വിജയം സ്ഥിരീകരിച്ചതോടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഇടതുമുന്നണി ഭരിക്കും. ചില ബൂത്തുകളിലെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ അത് ഞങ്ങളുടെ ഏജന്റുമാർ നൽകിയ കണക്കും റിസൾട്ടുമായി ഒത്തുചേർന്ന് നോക്കിയപ്പോൾ അതിൽ പൊരുത്തം കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു റീകൗണ്ടിങ് ആവശ്യപ്പെട്ടത്. അതെല്ലാ ബൂത്തുകളിലും ഞങ്ങൾ റീകൗണ്ടിങ് ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ടുള്ള ഈ കണക്കുകൾ പൊരുത്തപ്പെടാതെ വന്നിട്ടുള്ള ബൂത്തുകളിലേക്ക് മാത്രമാണ് ഞങ്ങൾ റീകൗണ്ടിങ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഏതാണ്ട് പരിശോധിച്ചപ്പോൾ അത് ഏതാണ്ട് റിസൾട്ടുമായി സാമ്യമുള്ളതാണെന്ന് ഞങ്ങൾ റീകൗണ്ടിങ്ങിലൂടെ മനസ്സിലാക്കി. ആകെ പരാതി ഉണ്ടായത് UDF-നാണ്. UDF-ന് പരാതി ഉണ്ടാകാൻ വേണ്ടി കാരണം ഗ്രാമപഞ്ചായത്തിലെ പല വാർഡിനകത്തും UDF-ന് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള വോട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് കാരണം BJP നല്ല നിലയിൽ UDF-നെ സഹായിക്കുന്ന സമീപനമാണ് പല വാർഡിനകത്തും ഉണ്ടായത്. അതിന് സമാനമായിട്ടുള്ള വോട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ പല വാർഡിനകത്തും UDF-ന് 200, 300 ജില്ലാ പഞ്ചായത്തിലേക്ക് പ്രതീക്ഷിച്ച സ്ഥാനത്ത് 40, 50, 60 വോട്ടായി മാറിയപ്പോൾ വലിയ നിലയിൽ വോട്ട് കുറഞ്ഞു. അത് ഈ കൗണ്ടിങ്ങിൻ്റെ ഭാഗമായി വന്ന തെറ്റാണ് എന്ന നിലയിലേക്ക് അനാവശ്യമായിട്ടുള്ള വാദം ഉന്നയിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും ഭാഗമായിട്ട് വന്നിട്ടുള്ള മേൽക്കൈയുടെ ഭാഗമായി UDF-ന്റെ ഉൾപ്പെടെയുള്ള വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. ആകെയുള്ള 18 സീറ്റുകളിൽ 9 ഡിവിഷനുകളിൽ വിജയിച്ചാണ് ഇടതുമുന്നണി തുടർഭരണം ഉറപ്പാക്കിയത്. UDF-ന് 8ഉം BJP-ക്ക് 1 ഡിവിഷനുമാണ് ലഭിച്ചത്. കുറ്റിക്കോൽ ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ സാബു എബ്രഹാം ആയിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുക. ന്യൂസ് ബ്യൂറോ, ബേക്കൽ. കള്ളാർ കോട്ടക്കുന്ന് ജനവാസ മേഖലയിൽ പുലിയെ ചത്തുനിലയിൽ കണ്ടെത്തി. ഷാജിയുടെ പറമ്പിലാണ് പുലിയെ ചത്തുനിലയിൽ കണ്ടത്. വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി. കള്ളാർ പുഞ്ചക്കര കോട്ടക്കുന്നിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ പുലിയുടെ ജഡം കണ്ടെത്തി. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് നാട്ടുകാർ പുലിയെ ചത്തുനിലയിൽ കണ്ടെത്തിയത്. ജഡത്തിന് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്ന് കരുതുന്നു. കാഞ്ഞങ്ങാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K. രാഹുൽ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ MP രാജു എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തെയ്യത്തിന്റെ തട്ടേറ്റ ആൾ ബോധരഹിതനാകുന്ന ദൃശ്യം വൈറലാകുന്നു. പള്ളിക്കര പാലേരക്കീഴിൽ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ തെയ്യം വെള്ളാട്ടത്തിനിടയിലാണ് സംഭവം നടന്നത്. നീലേശ്വരം പള്ളിക്കര പാലരക്കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്ര ഉത്സവത്തിനിടെ തെയ്യത്തിന്റെ അടിയേറ്റ യുവാവ് അബോധാവസ്ഥയിലായി. രാത്രിയിൽ പൂമാരുതൻ ദൈവത്തിന്റെ വെള്ളാട്ടം കെട്ടിയാടുന്നതിനിടെയാണ് അടിയേറ്റത്. ഭയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വെള്ളാട്ടം ആളുകളെ തട്ടാറുണ്ട്. എന്നാൽ കയ്യിലുണ്ടായിരുന്ന മരത്തിന്റെ പരിച തലയിൽ ഇടിച്ചതോടെയാണ് പ്രദേശവാസിയായ മനു അബോധാവസ്ഥയിലായത്. തുടർന്ന് ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. കാഞ്ഞങ്ങാട് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 12ഓളം പേർക്ക് പരിക്ക്.
കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിനകത്താണ് അപകടം. കാസർഗോഡ് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 12ഓളം പേർക്ക് പരിക്ക്. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിനകത്താണ് അപകടം നടന്നത്. പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. കണ്ണൂരിൽ നിന്നും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വന്ന KSRTC ടൗൺ ടു ടൗൺ ബസ്സും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും വന്ന ബസ് സ്റ്റാൻഡിൽ നിന്നും പയ്യന്നൂരിലേക്ക് യാത്ര തിരിച്ച ബസിന്റെ വശത്ത് ഇടിക്കുകയായിരുന്നു. വനിതാ കണ്ടക്ടർ, ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുവത്തൂർ ഓരിയിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ CPM അക്രമമെന്ന പരാതി. പ്രവർത്തകർ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ കയറി ചെങ്കൊടി വീശുകയും ഓഫീസ് സിറ്റ് ഔട്ടിൽ ഗുണ്ടു പൊട്ടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പടന്ന പഞ്ചായത്ത് വിജയാഘോഷത്തിനിടെയാണ് അതിക്രമമെന്ന് കോൺഗ്രസ്. നവീകരിച്ച കാഞ്ഞങ്ങാട് മുറിയനാവി മുഹിയുദ്ദീൻ മസ്ജിദ് ഉദ്ഘാടനം നടന്നു. പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. നവീകരിച്ച കാഞ്ഞങ്ങാട് മുറിയനാവി മുഹിയുദ്ദീൻ മസ്ജിദ് ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അസ്ലമിന്റെ വിയോഗം ഈ നാടിനെ മാത്രമല്ല നമ്മുടെ മുതലാളികളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും പ്രവാസികളായിട്ടുള്ള അബുദാബി അല്ലെങ്കിലുള്ള ഞങ്ങൾക്കൊക്കെ സഹോദരന്മാർക്കൊക്കെ ഒരുപാട് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്നുള്ളൊരു വിയോഗം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. 2018 അസ്ലമിനെ ഞങ്ങളൊക്കെ ആദ്യം പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും മരണം വരെയും വളരെ ഒരു ആത്മബന്ധം. അദ്ദേഹം സംസാരിക്കുന്നത് മുഴുവനും നന്മക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി. സ്വന്തം ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഗുണം അത് സമൂഹത്തിനോട് കൂടി കിട്ടുന്ന നിലക്കുള്ള നയമായിരുന്നു അദ്ദേഹത്തിൻ്റെ. CH സെൻ്റർ ഇവിടെ തുറന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകർ ഈ പ്രദേശത്തെ ആളുകൾക്ക്, പാവപ്പെട്ടവർക്ക് ഏറ്റവും കൂടുതൽ ഒരു തണലായി അവരുടെ കുടുംബം ഇന്നും നിലനിർത്തിയ മുറിയനാവി മസ്ജിദ് ഇമാം ഹാഫിൾ മുഹമ്മദ് സ്വബാഹ് റിഗാദ് നടത്തി. സ്വാഗത സംഘം ചെയർമാൻ CH അഹമ്മദ് കുഞ്ഞി ഹാജി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് കടപ്പുറം ജമാഅത്ത് ഖത്തീബ് അബ്ദുൽ അസീസ് അഷ്റഫി മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം കൺവീനർ PK സുബൈർ, ട്രഷറർ CH മുസ്തഫ, മുബാറക് ഹസൈനാർ ഹാജി, ബഷീർ വെള്ളിക്കോത്ത്, MK അബൂബക്കർ ഹാജി, PK അബ്ദുള്ള കുഞ്ഞി ഹാജി, VK അസീസ് ഹാജി മങ്കയം, A ഹമീദ് ഹാജി, CH അബ്ദുൽ കരീം ഹാജി, CK അഷ്റഫ്, M അബൂബക്കർ ഹാജി, അഷ്റഫ് എടനീർ, ഷംസുദ്ദീൻ KH, C യൂസഫ് ഹാജി, ഷിഹാബ് മാസ്റ്റർ, K മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബാവാനഗർ ദഫ് സംഘം അവതരിപ്പിച്ച മെഗാ ദഫ് പ്രദർശനവും സുബൈർ മാസ്റ്റർ തോട്ടിക്കൽ ആൻഡ് പാർട്ടി അവതരിപ്പിച്ച അധികാരം തകർത്ത കിനാക്കൾ എന്ന ഇസ്ലാമിക് കഥാപ്രസംഗവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഐക്യജനാധിപത്യ മുന്നണി നേടിയ മിന്നും വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDF തൃക്കരിപ്പൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വിജയിച്ചവരെ ആനയിച്ച് ബീരിച്ചേരി ഗേറ്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് UDF ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 20 അംഗങ്ങളെയും നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പരിധിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 3 അംഗങ്ങളെയും ആനയിച്ച് ബീരിച്ചേരി ഗേറ്റ് പരിസരത്ത് നിന്നുമാണ് ആഹ്ലാദ പ്രകടനത്തിന് തുടക്കമിട്ടത്. തൃക്കരിപ്പൂരിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ കരങ്ങളിലേക്ക് വീണ്ടും ചരിത്ര വിജയം സമ്മാനിച്ചുകൊണ്ട് വീണ്ടും ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസാരഥ്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച ഈ നാട്ടിലെ പ്രിയ വോട്ടർമാരെ നിങ്ങൾക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചു.
നൂറുകണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെ ആയിരങ്ങളാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആഹ്ലാദ പ്രകടനം സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം വരെയുള്ള ഈ പ്രവർത്തനങ്ങളിൽ UDF-ന്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ വിശ്രമമില്ലാതെ വിശ്രമരഹിതമായി പോരാടുക, ഈ സർക്കാരിനെ താഴെയിറക്കുക, ഈ അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഈ കമ്മ്യൂണിസ്റ്റ് കാൽപോട്ടി നിൽക്കുന്നതിനുള്ള പോരാട്ടത്തിൽ ഒന്നിച്ചു കൊണ്ടുവരിക. ഒളവറ 14-ാം വാർഡ് കഴിഞ്ഞ തവണ നമുക്കിടയിലുള്ള ചില പ്രശ്നങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ VK ബാവ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, P കുഞ്ഞിക്കണ്ണൻ, സത്താർ വടക്കുംപാട്, KV വിജയൻ, S കുഞ്ഞഹമ്മദ്, പ്രസാദ് ഒളവറ, TP അഹമ്മദ് ഹാജി, അഡ്വക്കേറ്റ് MTP കരീം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രാവണേശ്വരം കോത്തോളങ്കര ദുർഗാ ഭഗവതി ക്ഷേത്രം ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശന ചടങ്ങ് നടന്നു. ഇതിന്റെ കവർ ഉള്ളടക്കത്തിന് അനുയോജ്യമായ നിലയിൽ ഡിസൈൻ ചെയ്തത് പ്രശസ്ത ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂരാണ്. പെരിയാർ രാവണേശ്വരം കോതോളകര ദുർഗാ ഭഗവതി ക്ഷേത്രം ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശന ചടങ്ങ് നടന്നു. ദുർഗാ അമ്മ ആരാധനയുടെ ചരിത്രവും വർത്തമാനവും എന്ന പേരിട്ടിരിക്കുന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം പേരിൽ നിന്നു തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ കവർ ഉള്ളടക്കത്തിന് അനുയോജ്യമായ നിലയിൽ ഡിസൈൻ ചെയ്തത് പ്രശസ്ത ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂരാണ്. തെയ്യങ്ങളിൽ അമ്മ ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പഠനം നടത്തിയ എഴുത്തുകാരുടെ ലേഖനങ്ങളും അതേ വിഷയങ്ങളിലെ സാഹിത്യ സൃഷ്ടികളുമാണ് ഇതിന്റെ ഉള്ളടക്കം. മലബാർ ദേവസ്വം ക്ഷേമനിധി ബോർഡ് മെമ്പർ CK നാരായണ പണിക്കർ പ്രകാശനം ചെയ്തു. ഒരു നാടിൻ്റെ ഉത്സവം എന്ന് പറയുമ്പോൾ ഒരുപാട് ഉത്സവങ്ങളോടനുബന്ധിച്ചിട്ടുള്ള സുവനീറുകൾ നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. അത് പ്രസിദ്ധീകരിച്ച് പ്രകാശനം ചെയ്ത് ആളുകളുടെ ഇടയിൽ എത്തുമ്പോൾ എത്ര പേര് നമുക്കത് വായിക്കുന്നുണ്ട്, വായിച്ചാൽ തന്നെ അത് എത്ര ആധികാരികമായ അറിവുകൾ നമുക്ക് പകരുന്നുണ്ട് എന്നുള്ളത് സംശയകരമായ സംഗതിയാണ്. അപൂർവം ചിലത് ഇല്ല എന്നല്ല. സോവനീർ കമ്മിറ്റി ചെയർമാൻ അനീഷ് ദീപം അധ്യക്ഷത വഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ N കേളു നമ്പ്യാർ, ജനറൽ കൺവീനർ PV ഗോവിന്ദൻ, ക്ഷേത്രം പ്രസിഡന്റ് N അശോകൻ നമ്പ്യാർ, ഏറോൽ ബാലൻ, ഉഷ രവീന്ദ്രൻ, ജനാർദ്ദന പണിക്കർ എന്നിവർ സംസാരിച്ചു. സോവനീർ കമ്മിറ്റി കൺവീനർ P രവീന്ദ്രൻ രാവണേശ്വരം സ്വാഗതവും രവീന്ദ്രൻ കാപ്പിൽ വളപ്പ് നന്ദിയും പറഞ്ഞു. ക്ഷേത്രത്തിലെ നവീകരണ കലശം 2025 ഡിസംബർ 21 മുതൽ 25 വരെയും ഒറ്റത്തിറ കളിയാട്ട മഹോത്സവം ഡിസംബർ 28 മുതൽ 31 വരെയും ഉപദേവസ്ഥാനമായ ചോനാട്ട് കാലിച്ചാൻ ദേവസ്ഥാനത്ത് കാലിച്ചാൻ തെയ്യത്തിന്റെ പുറപ്പാട് ജനുവരി 4-നും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് അജാനൂരിലെ ആദ്യകാല മഹിളാ നേതാവും അജാനൂർ പഞ്ചായത്തിലെ പ്രഥമ വനിതാ പഞ്ചായത്ത് അംഗവുമായിരുന്ന മടിയനിലെ അത്തിക്കൽ മീനാക്ഷിയമ്മ അന്തരിച്ചു. ഭർത്താവ് പരേതനായ ചന്തു, മക്കൾ ശാരദ നാരായണൻ, അശോകൻ, സുമ, സിന്ധു, സൂര്യ, മരുമക്കൾ കുഞ്ഞമ്പു, സരസ്വതി, ഗോപാലകൃഷ്ണൻ, രാഘവൻ, പ്രഭാകരൻ, സഹോദരങ്ങൾ മാധവി, തമ്പായി എന്നിവരാണ്. വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം നടക്കുന്ന മടിക്കൈ പെരിയാങ്കോട്ട ഭഗവതി ക്ഷേത്രത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഓർക്കോൽ മീത്തലപ്പുര തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് മഹോത്സവത്തിന്റെ മുന്നോടിയായി കൂവമളക്കൽ ചടങ്ങ് നടന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു. 28 വർഷങ്ങൾക്ക് ശേഷം വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം നടക്കുന്ന മടിക്കൈ പെരിയാങ്കോട്ട ഭഗവതി ക്ഷേത്രത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഓർക്കോൽ മീത്തലപ്പുര തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് മഹോത്സവത്തിന് മുന്നോടിയായി കൂവമളക്കൽ ചടങ്ങ് നടന്നു. പെരിയാങ്കോട്ട് ഭഗവതി ക്ഷേത്ര ആചാരസ്ഥാനികന്മാരുടെയും വെളിച്ചപ്പാടന്മാരുടെയും വിവിധ കഴകങ്ങളിലെ ആചാരസ്ഥാനികന്മാരുടെയും മഹനീയ സാന്നിധ്യത്തിൽ തറവാട് കാരണവർ കുമാരൻ ശരളത്ത് കൂവമളക്കൽ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി പ്രഭാകരൻ, വൈസ് ചെയർമാൻ അനിൽ നീരളി, ജനറൽ കൺവീനർ ഗംഗാധരൻ താളിക്കുണ്ട്, ട്രഷറർ നാരായണൻ ഓർക്കോൽ എന്നിവർ നേതൃത്വം നൽകി. വിവിധ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ, തറവാട് അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ, ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ, വിവിധ പ്രദേശങ്ങളിലെ നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇതോടൊപ്പം തേംകെട്ട് മഹോത്സവത്തിന്റെ അടയാളം കൊടുക്കൽ ചടങ്ങും ഫണ്ട് കൈമാറലും നടന്നു. 2026 മാർച്ച് 6, 7, 8 തീയതികളിലായി വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാഷ്ട്രീയ സ്വയം സേവക സംഘ വിശ്വസേവാ ഭാരതി തലചായ്ക്കാനൊരിടം പദ്ധതിയുടെ ഭാഗമായി കൊളവയിലെ നിർമ്മലയ്ക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കട്ടിലുവെക്കൽ കർമ്മം നടന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘ വിശ്വസേവാ ഭാരതി തലചായ്ക്കാനൊരിടം പദ്ധതിയുടെ ഭാഗമായി കൊളവയിലെ നിർമ്മലയ്ക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കട്ടിലവയ്ക്കൽ കർമ്മം രാഷ്ട്രീയ സ്വയം സേവക് സംഘ് കാഞ്ഞങ്ങാട് ജില്ലാ സഹ സംഘചാലക് പി ഉണ്ണികൃഷ്ണൻ, വിശ്വസേവാ വിഭാഗ് കാര്യകർത്താവ് മധു വാഴക്കോട്, ജില്ലാ സേവാ പ്രമുഖ് ഗോവിന്ദൻ ഏച്ചിക്കാനം എന്നിവർ ചേർന്ന് നിർവഹിച്ചു. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിരവധിയാണ്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നമുക്ക് കിടന്നുറങ്ങാൻ ഒരു വീട്, അത്യാവശ്യം രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള സംവിധാനം, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സംവിധാനം, പ്രാഥമികമായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഇന്ന് ഇതുപോലും നിർവഹിക്കാൻ സാധിക്കാതെ കിടന്നുറങ്ങാൻ ഒരു വീടും അതുപോലെ ചികിത്സിക്കാനുള്ള സംവിധാനവും വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനവും ഇല്ലാതെ നിരവധി ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിൽ ഉള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി, ചെറിയൊരു കൈത്താങ്ങാവുന്നതിന് വേണ്ടി സംഘത്തിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് സംഘപ്രേരിതമായി പ്രവർത്തിക്കുന്ന സ്വയം സേവകർ വിശ്വസേവാഭാരതി എന്നുള്ള രീതിയിൽ വിദേശത്തും അതുപോലെ ദേശീയ സേവാഭാരതി എന്നുള്ള നിലയിൽ നമ്മുടെ ഭാരതത്തിലും സംയോജിപ്പിച്ചുകൊണ്ട് നിരവധി കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിനു വേണ്ടി, സമാജത്തിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. കട്ടിലവയ്ക്കൽ കർമ്മത്തിൽ മണ്ഡൽ കാര്യവാഹ് ശശികുമാർ, ചന്ദ്രൻ കൊളവയൽ, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ കെ പി കുമാരൻ, സെക്രട്ടറി രവി കൊളവയൽ, വീട് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്ന കൊളവയൽ ശാഖ മുഖ്യ ശിക്ഷക് പ്രമോദ് കൊത്തിക്കാൽ, ശിക്ഷക് മഹേഷ് കൊളവയൽ, സേവാ പ്രമുഖ് ബിജു കൃഷ്ണ, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സെക്രട്ടറി എം അനിൽകുമാർ എന്നിവർ കട്ടിലവയ്ക്കൽ കർമ്മത്തിന് നേതൃത്വം നൽകി. നിർമ്മലയുടെ ബന്ധുക്കൾ, മറ്റു നാട്ടുകാരും പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കരക്കുകുണ്ട് ആൽത്തറക്കാൽ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ടം ഫെബ്രുവരി 13, 14, 15 തീയതികളിലായി നടക്കും. ആഘോഷത്തിന് മുന്നോടിയായി നിധിശേഖരണത്തിന് തുടക്കം കുറിച്ചു. കരക്കുകുണ്ട് ആൽത്തറക്കാൽ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ടം ഫെബ്രുവരി 13, 14, 15 തീയതികളിലായി നടക്കും. ആഘോഷത്തിന് മുന്നോടിയായി നിധിശേഖരണത്തിന് തുടക്കം കുറിച്ചു. കരക്കുകുണ്ടിലെ കെ നാരായണനിൽ നിന്നും ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ വി രാഘവൻ നായർ ആദ്യ നിധി ഏറ്റുവാങ്ങി. നമ്മുടെ ഈ പ്രാവശ്യ ഉത്സവം വരുന്നത് 1, 2, 3 അതായത് ഫെബ്രുവരി 13, 14, 15 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ്. അതുവേണ്ടി നമ്മളെല്ലാവരും ഇപ്പോൾ ഇന്നു മുതൽ തയ്യാറെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി ആഘോഷങ്ങൾക്ക് വേണ്ട ഓരോ കമ്മിറ്റിക്കും വേണ്ട ആൾക്കാരെ നമുക്ക് ഇന്ന് തിരഞ്ഞെടുക്കണം. നമ്മുടെ ഉത്സവം വളരെ ഭംഗിയായി ഇതുവരെ യാതൊരു ആളില്ലാണ്ട് മുൻകാലങ്ങളിൽ പോയിട്ടുണ്ട്. അതുപോലെ ഈ പ്രാവശ്യവും വളരെ നന്നായി തന്നെ എല്ലാവരും ഉത്സാഹിച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ ഈ നാടിൻ്റെ ഉത്സവം ഭംഗിയാക്കി തരണമെന്ന് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിച്ചോളൂ. മടപ്പുരയിൽ നടന്ന ഭക്തജനങ്ങളുടെ യോഗത്തിൽ എൻ പ്രകാശൻ, കെ മധു എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളെ ചടങ്ങിൽ വെച്ച് തെരഞ്ഞെടുത്തു. കെ വി രാഘവൻ നായരെ ചെയർമാനായും, കൃഷ്ണൻ ഒയക്കട, എം രമേശൻ മൂലയിൽ എന്നിവരെ വൈസ് ചെയർമാൻമാരായും, എൻ പ്രകാശൻ കാനത്തിലിനെ ജനറൽ കൺവീനറായും, രത്നാകരൻ അടിയോടി, പി നാരായണൻ അനിലാലയം എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും, കെ മധു കരക്കുണ്ടിനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ചന്ദ്രഗിരി പുഴയിലെ ഉദയചുവപ്പ് കാണാം. കാസർഗോഡിന്റെ സൂര്യോദയം കാണണമെങ്കിൽ ഇവിടെ വരണം. പ്രവീൺ ധർമ്മശാല പകർത്തിയ അതിമനോഹര ദൃശ്യങ്ങളോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു.
നമസ്കാരം.